എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്നൊരു സേമിയ പായസം ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ അതിനാദ്യമായിട്ട് ഞാൻ സേമിയ നെയ്യിൽ നന്നായി വറുത്തെടുത്തു. അതിന് ശേഷം മുന്തിരിയും അണ്ടിപ്പരിപ്പും നെയ്യിൽ വറുത്തെടുത്തു. പക്ഷേ മുന്തിരി അത്ര നല്ലതായിരുന്നില്ലേ. വെള്ള കളറിലുള്ള മുന്തിരിയാണ് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചത്. പക്ഷേ ഭയങ്കര പുളി. എന്നാലും പിന്നെ അത് നെയ്യിൽ വറുത്ത് നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ, ഒരു ബ്ലാക്ക് കളറാവുന്നത് വരെ വറുത്ത് വന്നിട്ട് ഞാനത് ഇത്തിരി പഞ്ചസാര ഇട്ട് വെച്ചേക്കാണ്. അണ്ടിപ്പരിപ്പും ഉണ്ട് അതിൻ്റെ കൂടെ കേട്ടോ. അല്ലാതെ മധുരം ഉണ്ടാവുമോ എന്നറിയില്ല. അത് ഇന്നലെ പായസത്തിലൊക്കെ ഇട്ടിട്ട് ഒരു രസം ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ നല്ല ടേസ്റ്റുള്ള മുന്തിരിയായിരുന്നു കിട്ടുക. ഇപ്പം അങ്ങനെയല്ല. പാല് ഞാൻ വേറൊരു പാത്രത്തിലും കൂടി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇതിൽ കുറുകുകയാണെങ്കിൽ ഇതിലേക്ക് ഒഴിക്കാമല്ലോ എന്ന് എഴുതിയിട്ട് സേമിയ നന്നായി വറുത്തിട്ട് പിന്നെ പാലൊഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചു. 2 പാക്കറ്റ് പാലൊഴിച്ചു. ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഞാനിത് സേമിയ വേവിക്കണത്. സേമിയ നന്നായി വെന്തതിന് ശേഷം മാത്രമേ പഞ്ചസാര ഇടുന്നുള്ളൂ. ഇല്ലെങ്കിൽ സേമിയ ശരിക്കും വേവില്ല, ടേസ്റ്റും കിട്ടില്ല. അതുകൊണ്ട് അതിന് ശേഷം നമുക്ക് പഞ്ചസാര ഇടാം. പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ടതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തതും കൂടി അതിലേക്ക് ഇട്ടാൽ പായസത്തിൻ്റെ പണി കഴിഞ്ഞു. ഒത്തിരി ഏലക്ക പൊടിച്ചിട്ട് അത് ഇടണം. അപ്പോൾ എന്താ പറയുക, അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ തരണേ. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്തിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ അതായത് പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഏലക്കപ്പൊടി ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തതും കൂടി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി. പായസത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണത്. അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യ്. ഇന്നലെ തിരുവോണത്തിന് 3 പായസമായിരുന്നു. പരിപ്പ്, പാലട, പിന്നെ അനിയൻ്റെ വീട്ടിൽ നിന്ന് ഗോതമ്പ് പായസം കൊണ്ടുവന്നു. അപ്പം അങ്ങനെ 3 പായസം കഴിച്ചു. ഇനിയിപ്പോൾ ഇത്തിരി നോൺ കഴിക്കാനാണ് ഇനി കൊതി. ഓക്കെ, താങ്ക് യു സോ മച്ച്.